തിരശ്ശീലയ്ക്കു പിന്നിൽ നിഗൂഢമായ ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട്. സുതാര്യമെന്ന് അവകാശപ്പെടുമ്പോഴും നിശബ്ദത കൊണ്ട് മൂടപ്പെട്ട ചില ഫയലുകൾ ഭരണകൂടത്തിൻ്റെ ഇടനാഴികളിൽ കെട്ടിക്കിടക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു പദ്ധതി ഒരു സുപ്രഭാതത്തിൽ മരവിക്കപ്പെടുകയാണ്. തൊട്ടു പിന്നാലെ അത് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയും അജ്ഞാതമായ കാരണങ്ങളാൽ നിശ്ചലമാകുന്നു. ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്തകൾ കേവലം ഒരു പദ്ധതിയുടെ പരാജയമല്ല, മറിച്ച് രാഷ്ട്രീയമായ ഒളിച്ചുകളിയുടെയും തന്ത്രപരമായ പിൻവാങ്ങലുകളുടെയും നേർചിത്രമാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന വാരങ്ങളിലാണ് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം തുടക്കം. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ PM-ശ്രീ നടപ്പാക്കുന്നതിനായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. എന്നാൽ ഈ ഒപ്പിടൽ തികച്ചും രഹസ്യമായിരുന്നു എന്ന ആരോപണം ഭരണമുന്നണിക്കുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ കൃത്യമായ ചർച്ചകൾ നടക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനം ആണിതെന്ന വിമർശനം ഘടകകക്ഷിയായ CPI ശക്തമായി ഉയർത്തി. ഒരു വശത്ത് കേന്ദ്ര നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ മറുവശത്ത് അതേ കേന്ദ്രത്തിൻ്റെ പദ്ധതിക്ക് നിശബ്ദമായി സമ്മതം മൂളിയത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പാണെന്ന വികാരം മുന്നണിക്കുള്ളിൽ പുകഞ്ഞു. ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭാ യോഗം പദ്ധതി താൽക്കാലികമായി മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകിയത്. K. രാജൻ, P. പ്രസാദ്, P. രാജീവ്, റോഷി അഗസ്റ്റിൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ തുടങ്ങിയ പ്രമുഖ മന്ത്രിമാർ ഉൾപ്പെട്ട ഈ സമിതി പദ്ധതിയുടെ ഗുണദോഷങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു. എന്നാൽ സമിതി രൂപീകരിച്ച് 2 മാസം പിന്നിടുമ്പോഴും ഒരു യോഗം പോലും ചേരാതെ ഈ സംഘം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഉത്തരവുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒന്നായി ഈ സമിതി മാറി. വിദ്യാഭ്യാസ മന്ത്രിയും സംഘവും ഈ വിഷയത്തിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുന്നു എന്ന സൂചനയാണ് നിലവിലെ സാഹചര്യം നൽകുന്നത്. ഇവിടെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ തന്ത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയെ ചൊല്ലി മുന്നണിക്കുള്ളിൽ വീണ്ടും ഒരു കലഹമുണ്ടാക്കാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല. PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സമിതിയെ നിശ്ചലമാക്കി നിർത്തിക്കൊണ്ട് ഈ വിഷയം ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഫലത്തിൽ നിലവിലെ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതുവരെ ഈ ഫയലുകൾ വെളിച്ചം കാണാൻ സാധ്യതയില്ല. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിക്കുന്നത്. ധാരണാപത്രം ഒപ്പിട്ട ഉടനെ കേന്ദ്രം അനുവദിച്ച 92 കോടി രൂപയുടെ വിഹിതം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. പദ്ധതി മരവിപ്പിച്ചതായി കേരളം കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതോടെ ആ ഫണ്ട് മുടങ്ങി. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ നവീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉപയോഗിക്കേണ്ടിയിരുന്ന കോടികളാണ് ഒരു തീരുമാനവും എടുക്കാതെ പാഴാക്കുന്നത്. ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറുന്നതിലെ നിയമപ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ സർക്കാരിന് വലിയ തലവേദനയാകും. വികസനവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ വടംവലിയിൽ മുരടിച്ചു പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളാണ്. ഉപസമിതിയുടെ നിശബ്ദതയും ഭരണകൂടത്തിൻ്റെ പിൻവാങ്ങലും വിരൽ ചൂണ്ടുന്നത് വ്യക്തമായൊരു ലക്ഷ്യത്തിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ അസ്വസ്ഥതകൾ ആരും അറിയരുത്. പക്ഷേ അടച്ചിട്ട മുറികളിലെ ഈ തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ അത് ജനാധിപത്യപരമായ സുതാര്യതയ്ക്ക് മേൽ നിഴൽ വീഴ്ത്തുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മരവിച്ചു കിടക്കുന്ന ആ 7 മന്ത്രിമാരുടെ ഒപ്പുകൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭാവിയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് വരും കാലം തെളിയിക്കും.